എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ പാക്കറ്റ്സ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ഒരു സ്കൂട്ടറൊക്കെ ഇരിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവിന് വന്നതാണ് സ്കൂട്ടറിൻ്റെ. അല്ല ഗൈസ്, നമ്മളെ സിറ്റിയിൽ പുതിയതായിട്ടൊരു ഷോറൂം തുറന്നിട്ടുണ്ട് ഗൈസ്. അവിടെ കുറേ ലക്ഷറി കാർസ് ഉണ്ടെന്നാണ് നമ്മൾ കേട്ടത്. പറ്റുമെങ്കിൽ നമുക്ക് പോയാൽ വണ്ടികൾ കാണുകയും വേണം, ഒരു വണ്ടി ഇങ്ങ് റോബ് ചെയ്യുകയും വേണം. നമ്മളെ പൈസ ഇല്ല ഗൈസ്, പൈസയൊന്നുമില്ല, കടിച്ചിട്ട്. അപ്പോൾ ഗായ്സ് ഞാൻ നേരെ പൊക്കോണ്ടിരിക്കുകയാണ് ആ ഷോറൂമിലോട്ട്. സ്കൂട്ടി എടുത്തിട്ടാണ് എൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ സ്കൂട്ടി അത്ര വിലകളൊന്നും വിലയില്ലെന്നല്ല, സ്കൂട്ടി എനിക്ക് ഇഷ്ടപ്പെട്ട സ്കൂട്ടിയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഗായ്സ് നമ്മൾ ഈ സ്കൂട്ടിയിൽ പോണതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ സ്കൂട്ടി നമ്മൾ വേറെ എവിടെയെങ്കിലും ഒതുക്കി വയ്ക്കും. സ്കൂട്ടി ആകുമ്പം അങ്ങനെ ആർക്കും പെട്ടെന്ന് സംശയമൊന്നും തോന്നൂല. ബൈക്കുകളൊക്കെ ആണെങ്കിൽ ഞാൻ വിചാരിക്കും ലക്ഷറി ഏതാ ആൾ വന്നിട്ടുണ്ടെന്ന് വിചാരിച്ച് കള്ളന്മാർക്കൊക്കെ എടുത്തുകൊണ്ട് പോകാൻ നല്ല എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ചൊക്ക സ്കൂട്ടറിൽ വന്നത്. സ്കൂട്ടർ പോയാൽ നമുക്ക് വേറെയും വാങ്ങാമല്ലോ. ഇതിൽ കിടക്കുന്ന ഒരു വണ്ടി ഇട്ടാൽ മതി, പൈസ കിട്ടും. അയ്യോ വേണ്ട, വെളിയിൽ വെക്കണ്ടേ സ്കൂട്ടി, പാർക്കിങ്ങിൽ വയ്ക്കാം. എല്ലാരും അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ ഇതിലൂടെ വെച്ചിട്ടൊക്കെ തന്നെയുണ്ട് സ്കൂട്ടി കാര്യങ്ങളും. നമുക്ക് നേരെ അങ്ങോട്ട് പോയി കാണിച്ചു തരും. നമുക്ക് ഈ ഷോറൂമിൻ്റെ വെളിയിൽ നിന്ന് നോക്കി തരാം. ഓഫ് എൻ്റെ അളിയാ, ഷോറൂമിൻ്റെ പേരാ കാർ ഷോറൂം. അയ്യേ അത് പുതിയൊക്കെ മോഡലൊക്കെ ഹെലികോപ്റ്ററൊക്കെ കിടക്കുന്നു. വാ അരേ വാ, നല്ല ഹെലികോപ്റ്റർ. പറ്റുമെങ്കിൽ അതും കൂടി ഇവിടുന്ന് കൊണ്ടുപോകാം. വെളിയിലൊരു ബൈക്ക് ഇരിക്കുന്നു, എല്ലാം നോക്കണം. ഇവിടെ ഒരു RS ഏതാ ബൈക്ക്, പൾസറിൻ്റെ RS 200 ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹയാബൂസ, ഇവിടെ ഒരു നിഞ്ചയുടെ ZX ടർണറും, പിന്നെ നിഞ്ച H2R, പിന്നെ KTM ഡ്യൂക്ക് 390, പിന്നെ KTM RC തന്നെ ഇരിപ്പുണ്ട്. RC 390 ഒക്കെ അകത്ത് ഇരിപ്പുണ്ട്. നമുക്ക് നേരെ പോയിട്ട് പതുക്കെ ഇവിടെയാണ് നമ്മളെ കളികൾ. ഷോറൂമിൻ്റെ മണ്ടയിൽ നിലയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി എല്ലാ ഷോറൂം മൊത്തം കാണാം. നമ്മളെടുത്ത വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ സുപ്രയാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. ഡീലർ എവിടെയെന്ന് നോക്കണം. ഡീലർ നമുക്ക് ആ ഡീലർ വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ കഴിച്ചു. ഇവിടെ താഴോട്ട് ഇറങ്ങിയിട്ട് വെയിറ്റ് ചെയ്യാം. ഡീലർ എന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങോട്ട് ഓടിക്കാൻ ചത്തുമ്പോൾ വർഷങ്ങളാണ്. അത് നമുക്ക് ഡീലർ എത്തി. അപ്പോൾ ഗൈസ് നമ്മൾ ആ ഡീലറും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ചേട്ടാ എനിക്കൊരു വണ്ടി വേണം ചേട്ടാ. വണ്ടി ഇവിടെ പോർഷെ പനവേര ഉണ്ട്, ലംബോർഗിനി ഹുറാഗൻ ഉണ്ട്, ഫെറാറി F8 ഉണ്ട്, പിന്നെ ഇവിടെ ഒരു സുപ്രയും പിന്നെ ഒരു മസ്താങ് ഇടാവുന്നു. നിനക്ക് ഏത് വണ്ടിയാണ് വേണ്ടേ? ചേട്ടാ എനിക്ക് ഈ സൂപ്പർ മതി. വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു വെക്കാൻ പറ്റുമോ? അതിനെന്താ, ടെസ്റ്റ് ഡ്രൈവിന് കഴിയില്ലേ? നമുക്ക് ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് തരൂ, നോക്കട്ടെ. ചേട്ടാ ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാവോ? അതിനെന്താണോ അങ്ങനെ, നിനക്കിഷ്ടമുള്ള വണ്ടി ഇവിടെ നിന്ന് എടുത്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് എന്നിട്ട് തിരിച്ചുകൊണ്ട് ഇട്ടാൽ മതി. ശരി ചേട്ടാ, ഞാനിവിടെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വരാം. നമുക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വണ്ടി നല്ല ടെസ്റ്റ് ഡ്രൈവിങ്ങിനാണ് നമ്മൾ കൊണ്ടുപോകണം. ഗായ്സ് നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവിനൊന്നും അല്ല ഗൈസ് കൊണ്ടുപോകണം, നമുക്ക് എടുക്കാനാണ്. ഓടിയിരുന്നു പഠിച്ചോടി, നിങ്ങൾ കാത്തോളി. കണ്ടിട്ട് ചേതരമ്പളേ
ഗായ്സ് ഇനി നമുക്ക് ഡ്രസ്സൊക്കെ മാറിയിട്ട് ആ കടയിലോട്ട് കയറാൻ പറ്റും. അത് നമുക്ക് നേരെ ഡ്രസ്സിങ് ഷോപ്പിലോട്ട് വിടാം. വണ്ടി ഇവിടെ അയക്കണ സേഫല്ല, വണ്ടി വേറെ എവിടെയെങ്കിലും നമുക്ക് മാറ്റാം. അത് എൻ്റെ ഇഷ്ടപ്പെട്ട വണ്ടി സുപ്രയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യണം. സുപ്ര ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യണം, GTR ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബും ചെയ്യണം. അല്ലേ സുപ്രയും ലംബോർഗിനി ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക. പറഞ്ഞതും മാറിപ്പോണല്ലേ ഗൈസ്. സുപ്രയും ലംബോർഗിനി ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം. GTR മസ്താങ്കും ഇഷ്ടമുള്ളവർ പോയി ലൈക്ക് അടിക്കണം. അപ്പോൾ ഗൈസ് നമ്മളിതാ നേരെ വണ്ടിയും കൊണ്ട് പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ സ്ഥലത്താണ് നൈസായിട്ട്. ഗൈസ് ഈ വണ്ടി നമുക്ക് ഇവിടെ ഇടാം. ഇവിടെ ഇട്ടിട്ട് നമുക്ക് നേരെ ഏതെങ്കിലും ഒരു ടാക്സി വിളിക്കാം. ടാക്സി വേണ്ട, ഇവിടെ നിന്ന് നടന്നാൽ ഷോറൂമെത്തും. ഡ്രസ്സിങ് ഷോപ്പ് തൊട്ടപ്പുറത്താണ്. നമുക്ക് ഡ്രസ്സിങ് ഷോപ്പിൽ പോയി ഡ്രസ്സിങ് ചെയ്തിട്ട് വരാം ഗൈസ്. നമുക്ക് ഡ്രസ്സിങ് ഷോപ്പിൽ പോയി ഡ്രസ്സൊക്കെ ചെയ്തിട്ടാണ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ ഡ്രസ്സ് മാറിയാലും നമ്മളൊരു മാസ്ക് ഒക്കെ വാങ്ങിച്ചതിനെ കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയി ഷോറൂമിലോട്ട് ഓടി എത്തിയിട്ടാണ്. ഓടണ്ട, നമ്മളെ കൂട്ടുകാരൻ്റെ എല്ലാം വിളിച്ച് പറഞ്ഞ വണ്ടി ഉണ്ടല്ലേ, കാറിൻ്റെ വണ്ടിയിലെല്ലാം. ഹലോടാ, എനിക്കൊരു വണ്ടി വേണം. കുറഞ്ഞ വണ്ടി, അത് കുറഞ്ഞ വണ്ടി, സൈക്കിളായാലും മതി. അത് നമുക്ക് സൈക്കിളൊക്കെ മതി എന്നാണ് നമ്മൾ പറഞ്ഞിട്ട് സൈക്കിൾ കൊണ്ടുവന്നിട്ടാണ്. അപ്പം ഗൈസ് നമ്മൾ മൊത്തത്തിൽ ഇപ്പോൾ ഒരു ആഫ്രിക്കക്കാരനെ പോലെയായി. എല്ലാം കൊണ്ടും ഒരു ആഫ്രിക്കക്കാർ. നമ്മളെ ഫ്രണ്ടിൽ ഷോറൂമുണ്ട്. നമ്മൾ എടുക്കാൻ പോണ വണ്ടി എന്ന് പറഞ്ഞാൽ മസ്താങ് അല്ലെങ്കിൽ ഫെറാറി. ബൈക്കുകളൊക്കെ നമുക്ക് പിന്നെ എടുക്കാൻ സമയമുണ്ടല്ലോ. ബൈക്കുകളല്ലെങ്കിൽ തന്നെ നമുക്ക് എന്തിനാണ്, ബൈക്കൊക്കെ നമ്മളെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് പുതിയ പുതിയ മോഡൽ വണ്ടികളല്ലേ, നമുക്കെടുക്കണം. കലമാലി കലമിങ്കല് മംഗലോ കലോ കക്ക കലകാലകലക്കലങ്കലക്കലങ്കലക്ക സലീലക്കല്ലക്കല്ലങ്കലക്കലകലാലക്കലക്കലക്കലക്കലക്ക. നമുക്ക് ലോറി വിളിക്കേണ്ടി വരും ഗോയ്സ്. എന്നിട്ട് നമുക്ക് പതുക്കെ ഈ സ്കൂട്ടിയൊക്കെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും നമ്മളെ വീട്ടിലോട്ട്. അപ്പോൾ സമയമുണ്ട്, നമുക്ക് നാളെ രാത്രി ഉണ്ടാവും. ഇനി നമുക്ക് ഡീലറിനെ വിളിക്കണം. അങ്ങേര് എവിടെ പോയി? ഡീലറേട്ടാ എനിക്കൊരു വണ്ടി വേണം. ഇവിടെ തുറക്കോ, ഇവിടുന്ന് കുറച്ച് പേരത്തെ വണ്ടി അടിച്ചു പറ്റിയതുള്ളൂ. നീ നേരത്തെ പോലെ അവലക്ഷണം കിട്ടുമെന്നാണോ? അല്ലേട്ടാ, ഞാൻ അങ്ങനെയൊന്നുമല്ല, ഞാൻ അടിച്ചു പറ്റിയൊന്നുമില്ല ചേട്ടാ. എനിക്ക് വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവിന് കിട്ടുമോ? എവിടെ കൊള്ളോ, ടെസ്റ്റ് ഡ്രൈവിന് ഒന്നതാണ് വേറെ ഇട്ട് വണ്ടി എടുത്തുണ്ടോ? എനിക്കൊന്നും ടെസ്റ്റ് ഡ്രൈവ് ഒന്നുമില്ലോ, ഇറങ്ങണം അവിടെ നിന്ന്. അയ്യോ ചേട്ടാ, ടെസ്റ്റ് ഡ്രൈവ് വേണ്ടെന്നാ. ടെസ്റ്റ് ഡ്രൈവ് വേണ്ട ചേട്ടാ, ടെസ്റ്റ് ഡ്രൈവ് വേണ്ട. വേണ്ടെങ്കിൽ ചേട്ടാ എന്നാലും ടെസ്റ്റ് ഡ്രൈവ് ഞാൻ ഒരു പ്രാവശ്യം എടുത്തു. അടുത്തോട്ട് ഉറപ്പായിട്ട് തിരിച്ചോണ്ട് വരാം. ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് നിനക്ക് ഒരു പ്രാവശ്യം കൊണ്ട് തിരിച്ചു തരാൻ പറ്റുമെങ്കിൽ നീ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു നോക്കിയാൽ മതി. ചേട്ടാ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് ഒരു സെക്കൻഡ് കൊണ്ട് തിരിച്ചു കൊണ്ടുവരും. പക്ഷെ അതിനൊരു കുറേ കണ്ടീഷനുണ്ട്. എന്തിനേട്ടാ? അതിനായിട്ട് നിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ട് നീ പോകാൻ പറ്റും. നിൻ്റെ ഒറിജിനൽ പേരും നിൻ്റെ ഫോട്ടോയും എല്ലാം. ശരി ഏട്ടാ, നമുക്കെല്ലാം ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോകാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമ്മൾ ആധാറൊക്കെ വെക്കണമെന്ന് തോന്നുന്നു, ഒക്കെ വെച്ചിട്ടാണ് ഗൈസ്. നമ്മൾ ഫേക്കാണ് കൊടുക്കണത് ഗൈസ്, ഫേക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്, ഒറിജിനൽ ഐഡൻറ്റിറ്റി തന്നെ. ഒറിജിനലാണ് നമ്മൾ സത്യത്തിൽ ഫേക്കാണ് കൊടുത്തത് ഗൈസ്. നമ്മൾ ചുമ്മയാണ് ഒറിജിനൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഗൈസ് നമ്മൾ ഇനിയിപ്പോൾ രണ്ടാമത്തെ വണ്ടി മറ്റേ വണ്ടിയുടെ കൂട്ടത്തിൽ കൊണ്ടിടാം. ഇത് രണ്ട് വണ്ടിയൊക്കെ ഒതുങ്ങിയിരിക്കുക. ഫെറാറി എടുക്കണമെന്നുണ്ട് ഗൈസ്, സൂപ്പർ വണ്ടിയാണ്. പക്ഷേ ഫെറാറി ഒക്കെ എടുക്കണം. അപ്പോൾ ഗൈസ് നമ്മളാ വണ്ടിയും കണ്ട് നേരെ നമ്മളാ സ്ഥലം എവിടെയായിരുന്നു, സ്ഥലം മറന്ന് ചുമ്മാ ഗൈസ് പറ്റിച്ച സ്ഥലമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ആ വണ്ടി ചെറുതായിട്ടൊന്ന് പോറിയിട്ടുണ്ട്, കുഴപ്പമില്ല. നമ്മൾ സ്കൂട്ടി വിൽക്കാം, ആ പൈസ എടുക്കും.
അപ്പോൾ ഗാസ് നമ്മൾ നേരെ നമ്മളെ വണ്ടിയുള്ള ആ സ്ഥലത്ത് എത്തിയിട്ടൊക്കെ തന്നെ ഉണ്ട്. വണ്ടിയുടെ വണ്ടി 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 ആ ഗൈസ് ഇവിടെ. അപ്പോൾ ഗൈസ് നമ്മൾ ബാക്കി ഈ ഫെറാറിയും കൂടെ എടുക്കണം എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം ഗൈസ്. നമ്മളെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്തിട്ടാൽ മതി. പിന്നെ ലൈക്കും ചെയ്യണം ഗൈസ്. നിങ്ങൾക്ക് മസ്താങ്കും GTR ആണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സൂപ്രയും ഫെറാറിയും ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയുടെ വൈൻഡപ്പിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. ഗൈസ് നമ്മൾ നാളെ നമ്മൾ കുറച്ച് ലോറികൾ സംഘടിപ്പിച്ചിട്ട് നിരത്തിയിട്ടിട്ട് നമ്മൾ റാമ്പിൻ്റെ ഒരു ടെസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. ഏത് വണ്ടിയെല്ലാം ലോറിയും കടന്നപ്പുറത്ത് എത്തും എന്നൊക്കെ നോക്കാൻ വേണ്ടി. അപ്പോൾ അത് നിങ്ങൾ ഉറപ്പായിട്ട് കാണാൻ നോക്കുക. ഒരു പൊളി വൈബ് വീഡിയോ ആയിരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ ബൈ.